പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഇന്ത്യ പാക് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കർശനമാക്കി. യാത്രക്കാർക്ക് ത്രിതല സുരക്ഷാ പരിശോധനകളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ആണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ശരീര പരിശോധനയും തിരിച്ചറിയൽ രേഖകളുടെ പരിശോധനയും നിർബന്ധമായും ഉണ്ടാകും. കേരളത്തിലെ എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധന ഉണ്ടാകും. വിമാനത്താവളത്തിനകത്തേക്കുള്ള പ്രവേശന സമയത്തും അകത്ത് കടന്നതിനു ശേഷവും ഉള്ള സുരക്ഷാ പരിശോധനകൾക്ക് പുറമെ സെക്കൻഡറി ലാഡർ പോയിന്റ് ചെക്ക് കൂടിയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. കേരളത്തിലും എല്ലാ വിമാനത്താവളങ്ങളിലും പരിശോധനാ നടപടികൾ കർശനമാക്കി. ഇതുപ്രകാരം ബോർഡിംഗ് ഗേറ്റിന് സമീപം ഒരിക്കൽ കൂടി സുരക്ഷാ പരിശോധന നടത്തും. യാത്രക്കാരെയും അവരുടെ കയ്യിലുള്ള ബാഗുകളും അടക്കം ഹാൻഡ് ഹെൽഡ് മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് വിശദമായ പരിശോധനയുണ്ടാകും. ഈ പരിശോധനകൾക്ക് ശേഷമേ വിമാനത്താവളത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂ. എല്ലാ വിമാനത്താവളങ്ങളിലും 100% CCTV കവറേജും ഉറപ്പാക്കും. രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളിലും 3 മണിക്കൂർ മുമ്പെങ്കിലും യാത്രക്കാർ എത്തിച്ചേരേണ്ടതാണെന്ന് എയർ ഇന്ത്യ അടക്കം പല വിമാന കമ്പനികളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ അടച്ചു. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയാണ് നടപടി. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ വിമാനത്താവളങ്ങൾ അടച്ചു. സുരക്ഷാ സാഹചര്യം വിലയിരുത്തിയാണ് നടപടി. പാക് അതിർത്തിയോട് ചേർന്നവയ്ക്ക് പുറമെ മറ്റ് സംസ്ഥാനങ്ങളിൽ സേനാ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളും അടച്ചു. ചിലത് മെയ് 10 വരെയും മറ്റ് ചിലത് അനിശ്ചിതകാലത്തേക്കുമാണ് അടച്ചത്. ചണ്ഡീഗഡ്, ശ്രീനഗർ, അമൃത്സർ, ലുധിയാന, ബന്ദർ, കിഷൻഗഡ്, പട്യാല, ഷിംല, കൻഗ്ര, ഗഗ്ഹാൽ, ബഠിൻഡ, ജയ്സൽമാർ, ജോധ്പൂർ, ബിക്കാനർ, ഹൽവാര, പത്താൻകോട്ട്, ജമ്മു, ലേഹ്, മുന്ദ്ര, ജാംനഗർ, ഹരിസാർ, പോർബന്ദർ, കെഷോദ്, കാണ്ഡ്ല, ഭൂജ് തുടങ്ങി 24 വിമാനത്താവളങ്ങളാണ് അടച്ചത്.